Ellison adding over $100 billion to his net worth just over the past 24 hours. So Ellison, earlier today when the stock was at its peak, it's pared some of those gains now, but he was up more than $100 billion, and that was the increase to his fortune. 1944 ന്യൂയോർക്ക് നഗരം ഒരു 19 വയസ്സുകാരി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു. അവൾ വളരെ ചെറുപ്പമാണ്, ഭയപ്പെടുന്നു, കയ്യിലാണെങ്കിൽ പൈസയൊന്നും തന്നെയില്ല. 9 മാസങ്ങൾക്ക് ശേഷം അവൾ വേദനാജനകമായ ഒരു തീരുമാനമെടുക്കുന്നു. തന്റെ കുഞ്ഞിനെ ചിക്കാഗോയിലുള്ള തന്റെ ബന്ധുക്കൾക്ക് നൽകുന്നു. ആ കുഞ്ഞിന്റെ പേരായിരുന്നു ലാറി എലിസൺ. പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ ടെക് കമ്പനികളിലൊന്നായ ഒറാക്കിളിന്റെ ഫൗണ്ടർ. When you're raised on the south side of Chicago, you probably want to move someplace nicer. ലാറി ചിക്കാഗോയിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് വളർന്നത്. അവന്റെ ദത്തു മാതാപിതാക്കൾ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിരുന്നു. Do you wish Lewis Ellison was alive and you could say, I made it, Dad? You were wrong. ലാറിയുടെ വളർത്തച്ഛൻ വളരെ കർക്കശക്കാരനായിരുന്നു. നിന്നെ കൊണ്ട് ഒന്നിനും സാധിക്കുകയില്ലെന്ന് പലപ്പോഴും അദ്ദേഹം അവനോട് പറഞ്ഞുകൊണ്ടിരുന്നു. ആ വാക്കുകൾ അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിച്ചിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തെ തളർത്തിയില്ല. തനിക്കൊന്നും ഇനി നഷ്ടപ്പെടാനില്ലെന്ന് അദ്ദേഹത്തിന് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടിരുന്നു. I've always been very ambitious. I've always been very curious. ലാറി ചെറുപ്പത്തിൽ തന്നെ വളരെയധികം സ്മാർട്ടും ക്യൂരിയസുമായിരുന്നു. പക്ഷെ പഠനത്തിൽ അത്രയധികം മികവുറ്റവനായിരുന്നില്ല. തന്റെ 16ാമത്തെ വയസ്സിൽ തന്റെ വളർത്തമ്മയെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അത് അദ്ദേഹത്തെ വളരെയധികം തളർത്തി. Moved to Silicon Valley right after I dropped out of college. 2 തവണ കോളേജിൽ പഠിക്കാൻ ശ്രമിച്ചെങ്കിലും ഡ്രോപ്പ് ഔട്ട് ആയി. യാതൊരു പ്ലാനുമില്ലാതെ വെറും $1200 അദ്ദേഹം തന്റെ 22ാമത്തെ വയസ്സിൽ കാലിഫോർണിയയിലേക്ക് പോയി. കൂട്ടിനാണെങ്കിൽ ഒരു പഴഞ്ചൻ കാറ് മാത്രമുണ്ടായിരുന്നു. And I got a job as a computer programmer and bummed around Yosemite Valley teaching rock climbing and leading river trips. ക്ലർക്കായിട്ടും മാനുവൽ വർക്കറായിട്ടും ഒരു റിവർ ഗൈഡായിട്ടും അദ്ദേഹം വർക്ക് ചെയ്തു. കടം വാങ്ങിയ പുസ്തകങ്ങൾ വഴി അദ്ദേഹം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിച്ചു. And I got involved with more and more interesting and complicated computer projects and decided to start my own company. കോഡിംഗ് അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു. അതിലൊരു സന്തോഷം അദ്ദേഹം കണ്ടെത്തി. 1990-കളായപ്പോഴേക്കും അദ്ദേഹം ഒരു IT കമ്പനിയിൽ ജോലി കണ്ടെത്തിയിരുന്നു. ഒരു ദിവസം IBMന്റെ റിസർച്ച് പേപ്പർ പരിശോധിക്കുന്ന സമയത്ത് ഡാറ്റകൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു പുതിയ വഴിയെക്കുറിച്ച് അദ്ദേഹം പരിചയപ്പെട്ടു. അതിന്റെ പേരായിരുന്നു റിലേഷണൽ ഡാറ്റാബേസ്. The collective wisdom of computer experts was that while relational databases could be built, they would never be fast enough to be useful. I thought all those so-called computer experts were wrong. അതൊരു പുതിയ ആശയമായിരുന്നു. വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആശയം. ആർക്കും അതിലൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷെ ലാറിയെ അത് വളരെയധികം സ്വാധീനിച്ചിരുന്നു. വലിയ ഓർഗനൈസേഷൻസും ബാങ്കുകളും ഗവൺമെന്റുകളും എയർലൈൻസും അവരുടെ ഡാറ്റകൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ ഈ ഐഡിയ ഒരു മാറ്റം കൊണ്ടുവരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. വലിയ കമ്പനികൾക്കൊന്നും തന്നെ ഇങ്ങനെ ഒരു വലിയൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഐഡിയയെ ഇൻവെസ്റ്റേഴ്സ് വരെ വില കുറച്ച് മാത്രമാണ് കണ്ടിരുന്നത്. അതിനാൽ തന്നെ ലാറിയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ എഡ് ഓഡ്സും ജോബ് മൈനറും കൂടി ചേർന്ന് അത് ബിൽഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. 1977 വെറും $2000 ഉപയോഗിച്ച് അവർ ഒരു ഓഫീസിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അവർ അതിനെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലബോറട്ടറീസ് എന്ന് വിളിച്ചു. അവരുടെ ആദ്യത്തെ പ്രൊജക്ട് CAAക്ക് വേണ്ടിയായിരുന്നു. അതിന്റെ കോഡ് നെയിമാണ് ഒറാക്കിൾ. ഒറാക്കിളിന്റെ ആദ്യകാല സോഫ്റ്റ്വെയറുകളെല്ലാം തന്നെ വളരെയധികം പരാജയങ്ങളായിരുന്നു. ക്ലയന്റുകൾക്ക് അതൊന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല. കയ്യിലുള്ള പൈസയെല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇതെല്ലാം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം തന്റെ വിഷനിൽ തന്നെ ഉറച്ചു നിന്നു. സോഫ്റ്റ്വെയറുകൾ റീബിൽഡ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം ഒരു നല്ലൊരു അപ്ഡേറ്റഡ് വേർഷൻ അദ്ദേഹം ഇറക്കുകയും ചെയ്തു. അതെല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. ബാങ്കുകളും ഗവൺമെന്റുകളും എയർലൈൻസും എല്ലാം ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ തുടങ്ങി. ആ ഒരു സ്മോൾ ടീം ഒരു റിയൽ കമ്പനി ആയിട്ട് മാറി. അവർ അതിനെ ഒറാക്കിൾ എന്ന് വിളിച്ചു. 1986 ഒറാക്കിൾ പബ്ലിക്കലി ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ലാരി വളരെ പെട്ടെന്ന് തന്നെ സമ്പന്നനായി തീർന്നു. എന്നാൽ ആ വിജയവും അധികനാൾ നീണ്ടില്ല. 1990-കളായപ്പോഴേക്കും കമ്പനിയുടെ സെയിൽസ് വളരെയധികം കുറഞ്ഞു. കമ്പനി ബാങ്ക്രപ്സിയുടെ വക്കിൽ വരെ എത്തി. ലാരി വളരെയധികം കടുത്ത ഒരു തീരുമാനമെടുത്തു. 10% വരുന്ന എംപ്ലോയീസിനെ അദ്ദേഹം പിരിച്ചുവിട്ടു. അതിനെല്ലാം ശേഷം ഒറാക്കിൾ ഒരു പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ റിലീസ് ചെയ്തു. അതെല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒറാക്കിൾ പിന്നെയും സക്സസ് ട്രാക്കിലേക്ക് തിരിച്ചു വന്നു. 1990-കളുടെ മധ്യത്തിൽ ഡാറ്റാബേസുകൾക്ക് വേണ്ടി കമ്പനികൾ ചിലവാക്കിക്കൊണ്ടിരുന്ന $5 $1 പോയിക്കൊണ്ടിരുന്നത് ഒറാക്കിളിന്റെ പോക്കറ്റിലേക്കായിരുന്നു. മറ്റുള്ള ടെക് ഫൗണ്ടേഴ്സിനെ പോലെയല്ലായിരുന്നു ലാരി എലിസൺ. സ്റ്റീവ് ജോബ്സിന് തന്റേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. ബിൽ ഗേറ്റ്സ് ആണെങ്കിൽ വളരെയധികം കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. ലാരി എലിസൺ വളരെയധികം ബോൾഡും ഡ്രമാറ്റിക്കും അതേപോലെ ലൗഡുമായിരുന്നു. പ്രൈവറ്റ് ജെറ്റ്സും ഹ്യൂജ് യാർഡ്സും
മാൻഷൻസും എല്ലാം അദ്ദേഹം വാങ്ങി. ഹവായിലെ ഒരു ഐലൻഡ് വരെ അദ്ദേഹം സ്വന്തം പേരിലാക്കി. ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന് വളരെയധികം ശത്രുക്കളെയും ഉണ്ടാക്കി കൊടുത്തു. വലിയ ടെക് കമ്പനികളായിട്ടുള്ള പീപ്പിൾ സോഫ്റ്റും സൺ മൈക്രോ സിസ്റ്റംസും സീബലും എല്ലാം ഒറാക്കിൾ വാങ്ങി. 2010 ആയപ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയറുകളിൽ ഒന്നായി ഒറാക്കിൾ മാറിയിരുന്നു. 2014 അദ്ദേഹം സിഇഒ സ്ഥാനം രാജിവെച്ചു. പക്ഷേ CTO സ്ഥാനത്ത് അദ്ദേഹം പിന്നെയും തുടർന്നു. ഒറാക്കിൾ വളരെ ശക്തമായ ഒരു കമ്പനിയായിരുന്നു. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും എയും എല്ലാം തന്നെ മാറ്റിമറിച്ചു. ആമസോണും മൈക്രോസോഫ്റ്റും ഗൂഗിളും എല്ലാം തന്നെ ഒറാക്കിളിനേക്കാൾ വളരെയധികം മുൻപന്തിയിലായിരുന്നു. പക്ഷേ ലാറി ഇവിടം കൊണ്ടൊന്നും നിർത്താനായിട്ട് തീരുമാനിച്ചിരുന്നില്ല. പുതിയതായിട്ട് വരാൻ പോകുന്ന ഡാറ്റാ സെന്റേഴ്സുകളിൽ അദ്ദേഹം ബില്യൺസ് ഇൻവെസ്റ്റ് ചെയ്തു. NVIDIയുമായിട്ട് പാർട്ട്ണർഷിപ്പ് കോൺട്രാക്റ്റും സൈൻ ചെയ്തു. AI ഫ്യൂച്ചറിന് വേണ്ടി അദ്ദേഹം ഒറാക്കിളിനെ ഒരുക്കി നിർത്തി. OpenAI and Oracle are expanding their data center deal. ഒറാക്കിളും ഓപ്പൺഎയുമായിട്ട് $300 ബില്യൺ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തു. എഐക്ക് വേണ്ട ക്ലൗഡ് പവർ ഒറാക്കിൾ നൽകും. ഓപ്പൺഎഐ ആണെങ്കിൽ AI മോഡൽസും പ്രൊവൈഡ് ചെയ്യും. AI മാർക്കറ്റ് ഈ വാർത്ത അറിഞ്ഞതും എക്സ്പ്ലോഡ് ചെയ്തു. ഒറാക്കിളിന്റെ സ്റ്റോക്ക് പ്രൈസ് കുതിച്ചുയർന്നു. ലാറിയുടെ നെറ്റ്വർത്ത് ഒരു ദിവസം 100 ബില്യന്റെ നേട്ടമുണ്ടാക്കി. 1.1 മില്യൺ പെർ സെക്കൻഡ് എന്ന തോതിൽ. തന്റെ 81ാമത്തെ വയസ്സിൽ അദ്ദേഹം ലോകത്തെ ഏറ്റവും റിച്ചസ്റ്റ് മാൻ ആയിട്ട് മാറി. ഇന്ന് ഒറാക്കിൾ എന്ന് പറയുന്നത് എല്ലായിടത്തുമുണ്ട്. ഗവൺമെന്റ്സ്, ഹോസ്പിറ്റൽ, എയർലൈൻസ്, വെബ്സൈറ്റ്, ആപ്സ് എല്ലായിടത്തും. ഒറാക്കിളിനെ നമുക്ക് എവിടെയും കാണാനായിട്ട് സാധിക്കില്ല, പക്ഷെ അത് എല്ലായിടത്തുമുണ്ട്. അത്രയധികം ഇൻഫ്ലുവൻഷ്യൽ ആണ് ഒറാക്കിൾ എന്ന കമ്പനിയും അതിന്റെ സ്ഥാപകനും.